ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ടോം മാത്യു. ജില്ലയിൽ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ രണ്ടാം ഘട്ടം പൂർത്തിയായി. 1027 വിദ്യാലയങ്ങളും 87 കലാലയങ്ങളും രണ്ടാം ഘട്ടത്തിൽ ഹരിത കേന്ദ്രങ്ങളായി. ജില്ലയിൽ 25% വിനോദസഞ്ചാര തീർത്ഥാടന കേന്ദ്രങ്ങളും ഹരിത കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചു. ക്യാമ്പയിന്റെ മൂന്നാം ഘട്ടം ഈ മാസം 26 പൂർത്തിയാകും. ജില്ലയിലെ പകുതിയോളം അയൽക്കൂട്ടങ്ങളും ടൂറിസം കേന്ദ്രങ്ങളും ഹരിതവൽക്കരിക്കുന്നതിനുള്ള നടപടികളാണ് മൂന്നാം ഘട്ടത്തിൽ നടക്കുന്നത്. മാർച്ച് 8 പൂർത്തിയാകുന്ന നാലാം ഘട്ടത്തിൽ മുഴുവൻ അയൽക്കൂട്ടങ്ങളെയും ഹരിത അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിക്കും. മാർച്ച് 30 പൂർത്തിയാകുന്ന അഞ്ചാം ഘട്ടത്തിൽ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഹരിത കേന്ദ്രങ്ങളായി പ്രഖ്യാപിക്കും. ഹരിത കേരളം മിഷൻ, ശുചിത്വ മിഷൻ, തദ്ദേശ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ മിഷൻ, കില എന്നിവ ഏകോപിച്ചാണ് പ്രവർത്തനം നടന്നുവരുന്നത്. ജൈവമാലിന്യം പൂർണ്ണമായും ശേഖരിച്ച് കൈമാറി സംസ്കരിച്ച് ജില്ലയെ മാലിന്യമുക്തമാക്കുകയാണ് ജനകീയ ക്യാമ്പയിന്റെ ലക്ഷ്യം. മാലിന്യമുക്തം നവകേരളം പദ്ധതിയിൽ ജില്ലയിലെ 4 ബ്ലോക്കുകളിലെയും 2 നഗരസഭകളിലെയും മുഴുവൻ വിദ്യാലയങ്ങളും ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിച്ചു. കടുത്തുരുത്തി, ളാലം, പാമ്പാടി, ഈരാറ്റുപേട്ട എന്നീ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെയും ഏറ്റുമാനൂർ, ഈരാറ്റുപേട്ട നഗരസഭകളിലെയും മുഴുവൻ വിദ്യാലയങ്ങളാണ് ഹരിത വിദ്യാലയങ്ങളായി മാറിയത്. ജൈവ അജൈവ ദ്രവമാലിന്യ സംസ്കരണ സംവിധാനങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഈ സ്കൂളുകളിൽ ഒരുക്കിയിട്ടുണ്ട്. അവശേഷിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി മാർച്ച് 30 ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കും. ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ 6 വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ഹരിത വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കുന്ന പ്രവർത്തനം നടന്നുവരുന്നു. ജില്ലയിലാകെ 30 ഹരിത വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒരുക്കും. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ നടപ്പാക്കുന്ന വലിച്ചെറിയൽ മുക്ത പാതയോരങ്ങൾ പദ്ധതിക്ക് തുടക്കമായി. MC റോഡ്, KK റോഡ് തുടങ്ങിയ പ്രധാന പാതയോരങ്ങൾ വലിച്ചെറിയൽ മുക്തമാക്കുകയാണ് ലക്ഷ്യം. ജില്ലാ രൂപീകരണത്തിന്റെ 75ാം വർഷത്തിൽ 75 ജംഗ്ഷനുകൾ സൗന്ദര്യവൽക്കരിക്കുന്ന പദ്ധതിയും ഇതോടൊപ്പം നടപ്പാക്കും. പാഴ്വസ്തുക്കൾ സ്ഥിരമായി വലിച്ചെറിയുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ പ്രവർത്തനം കേന്ദ്രീകരിക്കും. പൊതു ഇടങ്ങളിലെ മാലിന്യ സംസ്കരണത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊപ്പം യുവജനങ്ങളുടെ സഹകരണവും തേടും. ഫെബ്രുവരി 28 പദ്ധതി പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. ക്ഷയരോഗ പകർച്ചയും മരണവും തടയുന്നത് ലക്ഷ്യമിട്ട് രാജ്യത്ത് നടപ്പാക്കുന്ന ക്ഷയരോഗമുക്ത ഭാരത് എന്ന 100 ദിന കർമ്മപരിപാടിക്ക് ജില്ലയിൽ തുടക്കമായി. കർമ്മപരിപാടിയുടെ ഭാഗമായി നിക്ഷയവാഹൻ എന്ന പേരിൽ മൊബൈൽ യൂണിറ്റ് വിവിധ തൊഴിലിടങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നു. രോഗം ബാധിക്കാൻ കൂടുതൽ സാധ്യതയുള്ളവരെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ലക്ഷ്യം. ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജില്ലയിൽ രോഗസാധ്യത കൂടുതലുള്ളവരെ നേരത്തെ കണ്ടെത്തിയിരുന്നു. പരിശോധനയിലൂടെ രോഗം സ്ഥിരീകരിക്കുന്നവർക്ക് സമ്പൂർണ്ണ സൗജന്യ ചികിത്സ നൽകും. ഇതോടൊപ്പം ജില്ലയിൽ വ്യാപകമായി ബോധവൽക്കരണം നടത്തുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ജില്ലയിൽ 1500ഓളം പേർക്ക് ഓരോ വർഷവും പുതുതായി ക്ഷയരോഗം പിടിപെടുന്നുണ്ടെന്നാണ് കണക്ക്. കൃത്യമായി മരുന്നും പോഷകാഹാരങ്ങളും കഴിക്കാത്തതും മൂലം ഇതിൽ 10% പേർ മരിക്കുന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. കർമ്മപരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു നിർവഹിച്ചു. രാജ്യത്തെ ആദ്യത്തെ ഭാഷാ സാഹിത്യ മ്യൂസിയമായ കോട്ടയത്തെ അക്ഷരം മ്യൂസിയത്തോടനുബന്ധിച്ച് അടുത്ത മാസം മുതൽ അക്ഷരം ടൂറിസം പദ്ധതിക്ക് തുടക്കമാകും. കോട്ടയത്തെ അച്ചടി പാരമ്പര്യത്തെയും ആദ്യകാല പത്രസ്ഥാപനങ്ങളെയും ബന്ധിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുക. ഇന്ത്യയിലെ ആദ്യ കോളേജായ CMS കോളേജ്, ബെഞ്ചമിൻ ബെയ്ലി സ്ഥാപിച്ച CMS പ്രസ്, കേരളത്തിലെ ക്രൈസ്തവ പാരമ്പര്യത്തിലെ ചരിത്രമുറങ്ങുന്ന ദേവലോകം അരമന, ഏറ്റവും പഴയ ദിനപത്രമായ ദീപിക, ആദ്യകാല പ്രസ്സുകളിൽ ഒന്നായ മാന്നാനം സെന്റ് ജോസഫ് പ്രസ് തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് ടൂറിസം സർക്യൂട്ട് വിഭാവനം ചെയ്തിരിക്കുന്നത്. പാലായിൽ നടന്ന ലിറ്റിൽ കൈറ്റ്സ് ജില്ലാ ക്യാമ്പിൽ ഹോം ഓട്ടോമേഷനിലെയും 3D ആനിമേഷനിലെയും സാധ്യതകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. മികച്ച പ്രകടനം കാഴ്ചവെച്ച 10 പേരെ സംസ്ഥാന ക്യാമ്പിലേക്ക് തെരഞ്ഞെടുത്തു. സമാപന യോഗത്തിൽ കൈറ്റ് CEO അൻവർ സാദത്ത് കുട്ടികളുമായി സംവദിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.